everyone, welcome back to my channel Learn with Nauf. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ സെക്ഷനിൽ എന്താണോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദി ചാപ്റ്റർ സോളിഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിലും നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസുകൾ എന്ന് പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്യുന്ന പ്രോബ്ലംസുകളായിരിക്കും. എല്ലാം ചെയ്ത് കാണിക്കില്ല, എല്ലാ പ്രോബ്ലംസുകളും അടിച്ചുപിറക്കി ചെയ്ത് കാണിക്കില്ല. നിങ്ങൾക്കിപ്പോൾ എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക, ഏതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുവരുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ സെക്ഷനിൽ നമ്മളിങ്ങനെ പ്രാക്ടീസ് പ്രോബ്ലംസുകളാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ സ്ക്വയർ പിരമിഡിന്റെ ബേസ് ചെയ്തിട്ട് വരുന്ന സർഫസ് ഏരിയ, വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ്, അതൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കോൺ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 12 centimeters, എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 45 degree is cut out and made into a cone. What are the slant height and base radius of the cone? ഓക്കെ, അപ്പൊ ഇതിനകത്ത് യൂഷ്വൽ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യുക, വോളിയം കണ്ടുപിടിക്കുക, അതിനൊക്കെ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റേഡിയസും ഹൈറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസുകളൊന്നും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അല്ലാതെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണെങ്കിൽ അതാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു സർക്കിളിൽ 12 centimeter റേഡിയസ് ആണുള്ളത്. അതിൽ നിന്ന് ഒരു സെക്ടർ ഓഫ് സർക്കിൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഓഫ് ആംഗിൾ 45 degree and make into a cone. What are the slant height and base radius of this cone? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു സെക്ടർ കട്ട് ചെയ്തെടുത്തു. ഇവിടെ സർക്കിളിന്റെ റേഡിയസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആ സെക്ടറിന്റെ സെൻട്രൽ ആംഗിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിൻസ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സോളിഡ്സിന്റെ ക്ലാസ് സോളിഡ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, കോണിനെ കുറിച്ച് പറഞ്ഞിരുന്നു കോണിന് നമുക്ക് ഒരു സെക്ടർ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൺ ഫോം ചെയ്യുന്നെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സോ അതില് ആർക്ക് ലെങ്ത് ഓഫ് എ സെക്ടർ എന്ന് പറയുന്നത് ഇസ് സെയിം ആസ് എ സർക്കംഫറൻസ് ഓഫ് ദ ബേസ് ഓഫ് ദ കോൺ. ഓൾസോ റേഡിയസ് ഓഫ് ദ സെക്ടർ എന്ന് പറയുന്നത് സെയിം ആസ് എ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ ആയിട്ട് വരും. ഓക്കെ, ഇഫ് വി റോൾ അപ്പ് ദി പർട്ടിക്കുലർ സെക്ടർ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ മനസ്സിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. സോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആദ്യം എന്തൊക്കെയാണെന്ന് എഴുതാം. റേഡിയസ് ഓഫ് ദ സർക്കിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു 12 centimeters. ദെൻ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് 45 degree. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിൽ കോണിന്റെ ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റും കണ്ടുപിടിക്കണം. യു ഓൾറെഡി നോ ദാറ്റ് ദ റേഡിയസ് ഓഫ് ദ സെക്ടർ ഇസ് സെയിം ആസ് എ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പോൾ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത് is same as the radius of the sector. We know that the radius is provided as 12. അപ്പോൾ നമുക്ക് സ്ലാന്റ് ഹൈറ്റ് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ബേസ് റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് ഫസ്റ്റ് നമുക്ക് ഈ സെക്ടറിൽ തന്നിരിക്കുന്ന സെൻട്രൽ ആംഗിളിനെ സർക്കിളിന്റെ സെൻട്രൽ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 45 degree എന്ന് പറയുന്നത് 1/8 of 360 degree ആണല്ലോ. ഓക്കെ, ആൻഡ് ഓൾസോ ദാറ്റ് ആർക്ക് ലെങ്ത് ഓഫ് എ സെക്ടർ is proportional to the central angle. So 45 degree എന്ന് പറയുന്നത് 1/8 of the central angle ആണ്. Also we know that the arc length of a sector എന്ന് പറയുന്നത് is proportional to the central angle ആവുമ്പോൾ ഈ രണ്ട് കണ്ടീഷനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, this arc length is 1/8 of the circumference of the full circle. ഓക്കെ, അപ്പോൾ ഒരു കണ്ടീഷൻ കിട്ടി. ഈ ആർക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്ത ഈ ആർക്ക് എന്ന് പറയുന്നത് ഇത് കോൺ ആവുമ്പോൾ ഈ ആർക്ക് എന്തായി മാറും, ഇറ്റ് വിൽ ബിക്കംസ് ദി ബേസ് ഓഫ് ദി സർക്കിൾ ഓഫ് ദ കോൺ. ഓക്കെ, സോ ദിസ് ആർക്ക് ബിക്കംസ് ദി base circle of the cone.
ഓക്കെ, ദാറ്റ്സ് ദ സർക്കംഫറൻസ് ഓഫ് ദ ബേസ് സർക്കിൾ ഓഫ് ദ കോൺ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ രണ്ട് കണ്ടീഷനും ഇതിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അതായത് ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ദ ഫുൾ സർക്കിളിന്റെ 1/8 ആണെങ്കിൽ ഈ ആർക്ക് എന്ന് പറയുന്നത് കോണിന്റെ എന്താണ്? ഇറ്റ് ഈസ് എ ബേസ് ഓഫ് ദി സർക്കിൾ ഓഫ് ദി കോൺ. ഓക്കെ, ഓൺ കമ്പൈനിങ് ദീസ് ത്രീ കണ്ടീഷൻസ് നമുക്ക് എന്തെന്ന് കിട്ടും? Thus, the circumference of the base circle of the cone is 1/8 of the circumference of the larger circle. 1/8 of the circumference of the larger circle. Okay. അതെങ്ങനെയാണ് കിട്ടിയത്? ഈ ത്രീ കണ്ടീഷൻസുകൾ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? ബേസ് സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 1/8 ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ ലാർജർ സർക്കിൾ എന്ന് കിട്ടി. ഈ ലാർജർ സർക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സർക്കിൾ ഫ്രം വിച്ച് ദാറ്റ് പർട്ടിക്കുലർ സെക്ടർ, ആ ഒരു സെക്ടർ കട്ട് ചെയ്തെടുത്ത സർക്കിളിനെയാണ് നമ്മൾ ലാർജർ സർക്കിൾ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. സോ ഇവിടെ നമുക്ക് സർക്കംഫറൻസ് ഓഫ് ദ ബേസ് സർക്കിൾ ഈസ് 1/8 ഓഫ് സർക്കംഫറൻസ് ഓഫ് ദ ലാർജർ സർക്കിൾ എന്ന് കിട്ടി. ഓൾസോ സിൻസ് radii of circles are proportional to their circumferences. ഏതൊരു സർക്കിളിന്റെയും റേഡിയായി എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ദെയർ സർക്കംഫറൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്തായി? ദ റേഡിയസ് ഓഫ് ദ സ്മോളർ സർക്കിൾ, the radius of the smaller circle is 1/8 of the radius of the large circle. കാരണം എന്താണ്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു circumference of the base circle എന്ന് പറയുന്നത് of a cone is 1/8 of the circumference of the larger circle. Okay, also we know that the radii of the circles are proportional to circumference ആയതുകൊണ്ട് ഈ സർക്കംഫറൻസിന് പകരം നമുക്ക് എന്തെന്ന് എടുക്കാം? റേഡിയസ് ഓഫ് ദ സർക്കിൾ എടുക്കാം. ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 1/8 ഓഫ് ദി റേഡിയസ് ഓഫ് ദി ലാർജർ സർക്കിൾ. ഈ ഒരു കണ്ടീഷനിൽ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിളിന് പകരം റേഡിയസ് ഓഫ് ദ സർക്കിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Okay, by using the condition the radius of the circle are proportional to the circumferences. Okay. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്? റേഡിയസ് ഓഫ് ദി സ്മോളർ സർക്കിൾ ഇസ് 1/8 ഓഫ് ദി റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ ആണല്ലോ. റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ നമുക്ക് ഓൾറെഡി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് ദി ബേസ് ഓഫ് ദ കോൺ എന്ന് പറയുന്നതാണ് റേഡിയസ് ഓഫ് ദി സ്മോളർ സർക്കിൾ. റേഡിയസ് ഓഫ് ദി ബേസ് ഓഫ് ദി കോൺ ഇസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പറഞ്ഞത്? 1/8 ഓഫ് ദി റേഡിയസ് ഓഫ് ലാർജർ സർക്കിൾ, ദാറ്റ് ഈസ് 12. ദിസ് ഇസ് ഈക്വൽ ടു 1.5 സെന്റിമീറ്റേഴ്സ്. അപ്പൊ നമുക്ക് ബേസ് റേഡിയസും കിട്ടി. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ചില കണ്ടീഷൻസുകളുണ്ട്. ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്ലാൻ ഹൈറ്റ് ഡയറക്ട്ലി കിട്ടി. പിന്നീട് നമ്മൾ ഈ 45 ഡിഗ്രി എന്ന് പറയുന്നത് സെക്ടറിന്റെ സെൻട്രൽ ആംഗിളിനെ ഓൺ ദ ബേസിസ് ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് സർക്കിൾ ഡിഫൈൻ ചെയ്തു. ഇറ്റ് വിൽ ബി 1/8 ഓഫ് 360 ഡിഗ്രി. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ 45 ഡിഗ്രി കിട്ടും. അതാണ് 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/8 ഓഫ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത്, ഒരു സെക്ടറിന്റെ ആർക്ക് ലെങ്ത് അതിന്റെ സെൻട്രൽ ആംഗിളിലായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 1/8 ഓഫ് ദി സർക്കംഫറൻസ് ഓഫ് ദി ഫുൾ സർക്കിൾ ആയിരിക്കും. ഓക്കെ,
ഈ ആർക്ക് എന്ന് പറയുന്നത് കോണിൽ വരുമ്പോൾ ഇറ്റ് വിൽ ബി ബിക്കംസ് ദി ബേസ് ഓഫ് ദി സർക്കിൾ ഓഫ് ദി കോൺ. ഓക്കെ, so the circumference of the base circle of the cone is 1/8 of the circumference of the larger circle. നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇത് കിട്ടും. ഈ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് ഇസ് പ്രപ്പോർഷണൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആയതുകൊണ്ട് ഇതിന് പകരം നമ്മൾ റേഡിയസ് ഓഫ് ദി സർക്കിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റേഡിയസ് ഓഫ് ദ സ്മോളർ സർക്കിൾ വിൽ ബി ദ 1/8 ഓഫ് ദ റേഡിയസ് ഓഫ് ദി ലാർജർ സർക്കിൾ. റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ദ സ്മോളർ സർക്കിൾ കിട്ടും, വിച്ച് ഈസ് ദ ബേസ് ഓഫ് ദി കോൺ. ദാറ്റ് ഈസ് ബേസ് റേഡിയസ് ഇസ് 1.5. Since the radii of circles are proportional to their circumferences, the radius of the smaller circle is 1/8 of the radius of the larger circle എന്ന് കിട്ടി. കാരണം ഇവിടെ സർക്കംഫറൻസിന് പകരം നമ്മൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ എടുത്തു. സിൻസ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്, റേഡിയസ് ഓഫ് ദ സർക്കിൾ ആർ പ്രപ്പോർഷണൽ ടു ദെയർ സർക്കംഫറൻസസ്. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് ഓഫ് ദ സ്മോളർ സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് ദ കോൺ, അതാണ് സ്മോളർ സർക്കിളിന്റെ റേഡിയസ്, which is equal to എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത് 1/8 ഓഫ് ദ റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് 12 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു 1/8 into 12, ദാറ്റ് ഇസ് 1.5 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് ദ കോണും കിട്ടി, ദാറ്റ് ഇസ് ബേസ് റേഡിയസും കിട്ടി, സ്ലാൻ ഹൈറ്റും കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഓക്കെ, next question is, what is the central angle of the sector to be used to make a cone of base radius 10 centimeters and slant height 25 centimeters? അപ്പോൾ ഒരു കോണിന് ആവശ്യമായിട്ടുള്ള ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റും ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടറിന്റെ ഫോർമുല ആദ്യം മനസ്സിലാക്കി വെക്കുക. സെൻട്രൽ ആംഗിൾ ഓഫ് എ സെക്ടർ, ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ ബൈ L into 360 degree. Here R is the base radius of the cone, okay, which is equal to R നമുക്ക് തന്നിട്ടുണ്ട് 10 centimeters, slant height തന്നിട്ടുണ്ട് 25 centimeters. Okay, on substituting in the first equation, we get it as 10 by 25 into 360, which is equal to 144 degree. ഇങ്ങനെയാണ് സെൻട്രൽ ആംഗിൾ ഓഫ് എ സെക്ടർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെൻ ദ ബേസ് റേഡിയസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ ഇസ് പ്രൊവൈഡഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, അതിൽ ആറും എല്ലും എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദ ബേസ് റേഡിയസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ? അപ്പോൾ നമ്മൾ ഈ റേഷ്യോ ബേസ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് സ്ക്വയർ പിരമിഡിലും ചെയ്തതാണ്. ഇത് അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇവിടെ നമ്മൾ ഒരു സെക്ടർ എന്ന് പറയുന്ന കേസാണ് കൺസിഡർ ചെയ്തത്. സെക്ടർ ഓഫ് എ സർക്കിൾ റോൾ ചെയ്യുമ്പോൾ കോൺ ഫോം ചെയ്യും. ആ സെക്ടർ എന്ന് പറയുന്ന ഒരു സെമി സർക്കിൾ ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന കോണിന്റെ ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റിന്റെയും റേഷ്യോ എന്തായിരിക്കും, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് റേഡിയസ് ഓഫ് ബിഗർ സർക്കിളിൽ നമുക്ക് ആർ എന്ന് വിളിക്കാം, റേഡിയസ് ഓഫ് സ്മോളർ സർക്കിളിൽ നമുക്ക് സ്മോളർ എന്ന് വിളിക്കാം. ഇവിടെ സ്മോളർ സർക്കിൾ എന്താണ്, ഇറ്റ് ഇസ് എ സെമി സർക്കിൾ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോൺ കൺസ്ട്രക്ട് ചെയ്യുന്നത്. റേഡിയസ് ഓഫ് ദി സർക്കുലർ ബേസ് ഓഫ് ദി കോൺ എന്ന് പറയുന്നത് ആർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു r/2. r/2 ആവാൻ കാരണം എന്താണ്, സിൻസ് എ സ്മോളർ സർക്കിൾ ഹിയർ ഇറ്റ് ഇസ് സെമി സർക്കിൾ. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ബേസ് റേഡിയസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ്. ബേസ് റേഡിയസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റിന്റെ റേഷ്യോ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആറിന് പകരം നമുക്ക് r/2 എന്ന് കൊടുക്കാം. ഇവിടെ സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ എന്ന് ഉദ്ദേശിക്കുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ഓക്കെ, നമുക്ക് എല്ലിന് പകരം ആർ എന്ന് ഡിനോട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 is to 1, which implies 1 is to 2. Next question is, prove that for a cone made by rolling up a semicircle, the area of the curved surface is twice the base area. ഒരു കോൺ ഉണ്ടാക്കുകയാണ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ. സെമി സർക്കിൾ ആണ് നമ്മൾ റോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെക്ടർ ഓഫ് ദ സർക്കിൾ. അതിൽ നിന്ന് നമ്മളൊരു കോൺ ഫോം ചെയ്തു. അവിടെ ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത് ഇസ് ട്വൈസ് ദ ബേസ് ഏരിയ ആണെന്ന്
പ്രൂവ് ചെയ്യണം. ഇവിടെ ബേസ് ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സർക്കിൾ ആയിരിക്കും, കാരണം കോണിന്റെ ബേസ് ഇവിടെ സർക്കിൾ ആയിട്ട് വരും. ഓക്കെ, സോ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. വി നോ ദാറ്റ് perimeter of the base of a cone is equal to the half perimeter of the larger cone. Radius of the cone എന്ന് പറയുന്നത് r/2 ആണ്. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞായിരുന്നു r/2 ആണ്. Now the perimeter of the base എന്ന് പറയുന്നത് ബേസ് എന്താ ഇവിടെ സർക്കിൾ ആണ്. സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് πr² ആണ്. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് r/2 ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. This will be πr²/4. Okay, as we said earlier, perimeter of a base of a cone is equal to the half the perimeter of the larger cone. We can write the perimeter of base as also as 1/2, half the perimeter of the larger cone. Okay, ഈ വാല്യൂ നമുക്ക് πr²/2 എന്ന് എഴുതാം, which is same as 2 into πr²/4. ഇതിന് നമുക്ക് ഈ രൂപത്തിൽ എഴുതാം, കാരണം ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫോമിൽ തന്നെ കിട്ടും. ഓക്കെ, this is 2 into πr²/4. ബേസ് ഏരിയ എന്ന് പറയുന്നത്, ഇവിടെ ബേസ് ഓഫ് എ കോൺ എന്ന് പറയുന്നത് സർക്കിൾ ആയതുകൊണ്ട് ബേസ് ഏരിയ is 1/2 πr². ഓക്കെ, ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത് r/2 ആണ്, നമ്മൾ എബോവ് കൊടുത്തിട്ടുണ്ട്. ദിസ് വിൽ ബി πr²/4. ഈ πr²/4 എന്ന് പറയുന്നത് ബേസ് ഏരിയ ആയിട്ട് വരും. Therefore we have this one. First equation will be equal to 2 into base area. Thus we proved the area of the curved surface is twice the base area. Okay, next one is the base radius and height of a cylindrical block of wood are 15 centimeters and 40 centimeters. What is the volume of the largest cone that can be carved out of this? Okay, so ഇങ്ങനെയായിരിക്കും ആ ഫിഗർ വരിക. ഇവിടെ നമ്മൾ ഒരു സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ് കൺസിഡർ ചെയ്തു. അതിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്, അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. ഇതിൽ നിന്ന് നമ്മൾ കാർവ് ചെയ്തെടുക്കുന്ന ഒരു കോൺ, അതിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേഡിയസ് ഉണ്ട് 15 സെന്റിമീറ്റർ, വിച്ച് ഇസ് എ റേഡിയസ് ഓഫ് ദി ബേസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, ദാറ്റ് ഇസ് ബേസ് ഓഫ് ദി കോൺ. h is equal to 40 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. Now we have to calculate the volume of the cone as volume of the cone എന്താണ് 1/3 into πr²h. Okay, that is 1/3 into base area into height അല്ലേ. ഇവിടെ base area എന്ന് പറയുന്നത് since it is a circle it is πr². Therefore 1/3 into pi into 15 square into 40. This will be equal to 3000 pi. This will be equal to 3000 into 3.14. Pi in the value substitute ചെയ്തു കൊടുക്കുക, which is equal to 9420 centimeter cube. Next question is the base radius and height of a solid metal cylinder are 12 centimeters and 20 centimeters. By melting it and recasting it, how many cones of base radius 4 centimeters and height 5 centimeters can be made? അപ്പോൾ നമുക്ക് ഒരു മെറ്റൽ സിലിണ്ടർ ഓഫ് റേഡിയസ് 12 ആൻഡ് ഹൈറ്റ് 20 സെന്റിമീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എത്ര കോൺസുകൾ മേക്ക് ചെയ്യാൻ പറ്റും ഓഫ് റേഡിയസ് 4 ആൻഡ് ഹൈറ്റ് 5, അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് കോൺസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കോൺ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് കോൺസ് കണ്ടുപിടിക്കുന്നത്. അതായത് ഫസ്റ്റ് നമുക്ക് വോളിയം ഓഫ് ദ സിലിണ്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇസ് ഈക്വൽ ടു πr²h, വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇവിടെ റേഡിയസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 12 സ്ക്വയർ ഇൻറ്റു 20, വിച്ച് ഇസ് ഫസ്റ്റ് ഇക്വേഷൻ ആക്കി എടുക്കുക. നെക്സ്റ്റ് വോളിയം ഓഫ് ദ കോൺ, വിച്ച് ഇസ് ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു ഇവിടെ റേഡിയസ് എത്രയാണ് വേണ്ടത് 4 ഇൻറ്റു ഹൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 5. ഓക്കെ, ദിസ് ദ സെക്കൻഡ്. നമുക്ക് നമ്പർ ഓഫ് കോൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Therefore number of cones is equal to as above formula, volume of cylinder divided by volume of cone, which is pi into 12 square into 20 divided by 1/3 pi into 4 square into 5. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 12 into 3 into 3 എന്ന് വരും, which is
equal to 108 cones. Okay, number of cones കണ്ടുപിടിക്കുന്നത് volume of the cylinder divided by volume of a cone. If you are considering the case of a cylinder. Okay. This problems based on another solid called sphere. So first question is, the surface area of a solid sphere is 120 square centimeters. If it is cut into two halves, what would be the surface area of each hemisphere? So നമുക്ക് ഒരു sphere തന്നിട്ടുണ്ട് of 120 square centimeters. We have to find the surface area of each hemisphere when this particular sphere is cut into two halves. Okay, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാല്യൂസുകൾ എഴുതുക. That is surface area of a sphere equal to, നമുക്കറിയാം it is 4 pi r square. Okay, it is given as 120 centimeter square. 120 centimeter square. Therefore, 4 pi r square is equal to 120, where r square is equal to 120 by 4 pi, which is equal to 30 by pi. The cancel ചെയ്യുമ്പോൾ നമുക്ക് 30 by pi എന്ന് കിട്ടും. Okay, consider it as a first equation. Now the surface area of a hemisphere is equal to 3 pi r square. Okay, now we have 3 pi r square ന് പകരം നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. that is 30 by pi, which is equal to 90 centimeter square. Therefore, the surface area of each hemisphere which is formed by cutting a sphere of surface area 120 centimeter square is 90 centimeter square. Now the second question is, the volumes of two spheres are in the ratio 27:64. What is the ratio of their radii and the ratio of their surface area? നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിന്റെ റേഷ്യോ ആണ്? റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് ടു spheres, that is 27:64. അപ്പോൾ നമുക്ക് വോളിയത്തിന്റെ ഫോർമുല അറിയാം. that is 4 by 3 pi r cube ആണ് വോളിയം ഓഫ് എ സ്ഫിയർ. ഓക്കെ, ബൈ യൂസിങ് ദിസ് നമുക്ക് റേഷ്യോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ സ്ഫിയറിന്റെ നമുക്ക് r1 എന്ന് കൊടുക്കാം, അതിന്റെ റേഡിയസിനെ, which is to 4 by 3 pi r2 നമുക്ക് സെക്കൻഡ് സ്ഫിയറിന് കൊടുക്കാം. this will be equal to 27:64. Okay, on cancelling this നമുക്ക് കിട്ടുന്നത് r1 cube is to r2 cube is equal to 27 എന്ന് പറയുന്നത് നമുക്ക് 3 ക്യൂബ് ആയിട്ട് എഴുതാം. 64 എന്ന് പറയുന്നത് നമുക്ക് 4 ക്യൂബ് ആയിട്ട് എഴുതാം. Therefore, r1 is to r2 എന്ന് പറയുന്നത് is equal to 3:4. ഇങ്ങനെയാണ് നമ്മൾ റേഡിയസിന്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നത് by providing the ratio of volume of two spheres. Okay, third question is, base radius and length of a metal cylinder are 4 centimeters and 10 centimeters. If it is melted and recasted into spheres of radius 2 centimeters each, how many spheres can be made? നമ്മൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ കോണിന്റെ കേസിലും ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു സിലിണ്ടറിൽ നിന്ന് കാർവ് ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കോൺസിന്റെ എണ്ണം വിത്ത് പർട്ടിക്കുലർ ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കോണിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരുന്നു. സോ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നത്. സോ വി ഹാവ് നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ, നമ്മൾ കോണിന്റെ കേസിൽ ചെയ്തതുപോലെ തന്നെ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ. ഫസ്റ്റ് വോളിയം ഓഫ് സിലിണ്ടർ കൺസിഡർ ചെയ്യുക. വോളിയം ഓഫ് സിലിണ്ടർ എന്താണ്? ഇറ്റ് ഈസ് പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, ദാറ്റ് ഇസ് പൈ ഇൻറ്റു ഇവിടെ റേഡിയസ്, സിലിണ്ടറിന്റെ റേഡിയസ് വന്നിരിക്കുന്നത് 4 ആണ്, ഇൻറ്റു ഹൈറ്റ് വന്നിരിക്കുന്നത് 10 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് 4 by 3 pi r ക്യൂബ് ആണ്. ദാറ്റ് ഇസ് 4 by 3 pi. ഇവിടെ r വേണ്ടത് 2 ആണ്, ദാറ്റ് ഈസ് റേഡിയസ് 2 ആണ് വേണ്ടത്. Therefore, we have cancel ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15. Okay, therefore there will be 15 spheres that can be formed by melting and recasting a particular given cylinder. Okay, next question is, a metal sphere of radius 12 cm is melted and recasted into 27 small spheres. What is the radius of each sphere? അപ്പോൾ ഒരു മെറ്റൽ സ്ഫിയർ 12 cm ഉള്ള ഒരു മെറ്റൽ സ്ഫിയർ മെൽറ്റ് ചെയ്തു, റീകാസ്റ്റ് ചെയ്തു വിത്ത് 27 സ്മോൾ സ്ഫിയേഴ്സ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഈച്ച് സ്ഫിയർ? അപ്പൊ നമുക്ക് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യന്റെ റിവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നേരത്തെ നമ്പർ തന്നില്ല, റേഡിയസ് തന്നു. ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട്, നമ്പർ റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്പർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ,
So we have volume of the bigger sphere. We know that it is 4 by 3 pi r cube. This is equal to 4 by 3 pi into. ഇവിടെ radius of the metal sphere എന്തായിരിക്കുന്നത് 12 cube. 12, that is 12 cube. Okay. Suppose we are taking the radius of this smaller sphere. Small r ആയിട്ട് denote ചെയ്ത് കഴിഞ്ഞാൽ we have volume of 27 smaller sphere is equal to volume of larger sphere. അല്ലേ, കാരണം ഈ ഒരു ലാർജർ സ്ഫിയറിൽ നിന്നാണ് നമ്മൾ 27 സ്മോളർ സ്ഫിയർ ഉണ്ടാക്കിയത്. ദാറ്റ് മീൻസ് അവരുടെ രണ്ടുപേരുടെയും വോളിയം സെയിം ആയിരിക്കും. സോ ദിസ് വിൽ ബി വോളിയം ഓഫ് 27 സ്മോളർ സ്ഫിയർ എന്ന് പറയുമ്പോൾ 27 ഇൻറ്റു 4 by 3 pi r cube. ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്മോളർ സ്ഫിയർ വിച്ച് ഇസ് ഈക്വൽ ടു 4 by 3 pi capital R cube, where capital R is the radius of the larger sphere. Therefore, 27 into 4 by 3 pi R cube is equal to 4 by 3 pi. ഇവിടെ R already തന്നിട്ടുണ്ട്, that is 12 cube. Cancel ചെയ്ത് solve ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 27 R cube is equal to 12 cube. R cube is equal to 12 cube by 27, which is equal to 12 cube എന്ന് പറയുന്നത് 1728 divided by 27, which is 64. So here we have R cube as 64. R cube 64 ആണെന്ന് പറഞ്ഞാൽ R എന്ന് പറയുന്നത് എന്തായിരിക്കും? 64ന്റെ R എന്ന് പറയുന്നത് 4. That is 4 into 4 into 4 ചെയ്താലേ നമുക്ക് 64 കിട്ടുക. So that is R cube 64 ആകുമ്പോൾ R എന്ന് പറയുന്നത് 4 വരും, where R is the radius of the smaller sphere. Thus we find the radius of the smaller sphere. Okay. So ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസുകളിൽ ഭൂരിഭാഗം പ്രോബ്ലംസുകളും ആ മോഡലിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ ക്ലിയർ ആവും. സോ എല്ലാ പ്രോബ്ലംസുകളും ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല, കാരണം ചില പ്രോബ്ലംസുകൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ചിലത് അധികം ഇമ്പോർട്ടന്റ് അല്ലാത്ത പ്രോബ്ലംസുകളാണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ചെയ്യാൻ ടഫ് ഉള്ളതും ഡൗട്ട് വരുന്നതുമായ ചില പ്രോബ്ലംസുകളാണ് ഇപ്പൊ ഞാൻ ഈ 2 സെക്ഷനുകളിലായിട്ട് നിങ്ങൾക്ക് എടുത്തു തന്നത്. സോ ഇപ്പൊ ഞാൻ ചെയ്ത പ്രോബ്ലംസുകളിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എന്റെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ എന്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.